ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പോൾ ഇന്നൊരു വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ക്യാബേജ് കൊണ്ടുള്ള ഒരു മഞ്ചൂരിയൻ ആണ്. നമ്മൾ സാധാരണ കോളിഫ്ലവർ വെച്ചിട്ടൊക്കെ മഞ്ചൂരിയൻ ഉണ്ടാക്കാറുണ്ട്. ക്യാബേജ് കൊണ്ട് മഞ്ചൂരിയൻ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്തൊക്കെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റിയാണ്. അതുപോലെ നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ഇതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു ക്യാബേജിൻ്റെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. ഏകദേശം ഇതൊരു 1/4 കിലോ ക്യാബേജ് ഉണ്ട്. ഇനി ഇത് നമുക്ക് ഒന്ന് നൈസായിട്ട് കട്ട് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തെടുത്താലും മതി. ഞാനിപ്പോൾ ഗ്രേറ്ററിൽ വെച്ചിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ചെയ്യാം. ഇപ്പോൾ ഗ്രേറ്ററിൽ വെച്ച് ഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് പീസസൊക്കെ കട്ട് ചെയ്ത് എടുക്കേണ്ടതായിട്ടും വരും. ഇത് മുഴുവനായിട്ട് അങ്ങ് ഗ്രേറ്റ് ആയി കിട്ടില്ല. അപ്പോൾ ഞാനിവിടെ മുഴുവനായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തു. ഇനി ഇത് നമുക്കൊന്ന് കഴുകിയെടുക്കണം. നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഇതുപോലുള്ള ഒരു അരിപ്പയിലേക്ക് മാറ്റിയിട്ട് നമുക്കിതിൻ്റെ വെള്ളം പോകാനായിട്ട് വെക്കാം. ഈ ഒരു സമയം കൊണ്ട് നമുക്കൊരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഞാനിവിടെ ഒരു 6 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ അല്ലിയാണ്. പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി, അതുപോലെ തന്നെ ഒരു പച്ചമുളക്. അപ്പോൾ പച്ചമുളക് എരിവ് കുറഞ്ഞ പച്ചമുളകാണെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് എടുക്കുക. ഇതിപ്പോൾ നല്ല എരിവുള്ള ടൈപ്പ് ആയതുകൊണ്ടാണ് ഒരെണ്ണം എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചതച്ചിട്ട് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മുടെ ക്യാബേജിലെ വെള്ളമൊക്കെ പോയിട്ടുണ്ട്. ഇനി ഇത് ഞാനൊരു വലിയൊരു മിക്സിംഗ് ബൗളിലേക്ക് മാറ്റുകയാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. അതായത് ഒരു 2 ടേബിൾ സ്പൂണോളം കോൺഫ്ലവറും അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂണോളം മൈദയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കുറച്ചുകൂടി കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി നോക്കിയിട്ട് നമുക്ക് കൂടുതലായിട്ട് വേണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. ആദ്യം ഞാൻ 2 സ്പൂൺ കോൺഫ്ലവറും 2 സ്പൂണ് മൈദയും ചേർത്തു. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടി, അതായത് 1 സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, 1 ടീസ്പൂണ്. ഇപ്പോൾ കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ നല്ലൊരു കളറ് കിട്ടും. അപ്പോൾ ഇനി ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരല്പം ഗരം മസാലയും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോ 1/2 ടീസ്പൂണോ കുരുമുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ തന്നെ ക്യാബേജിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഇറങ്ങി വരുന്നതായിട്ട് കാണാം. അപ്പോൾ നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് കുറച്ചുകൂടി കോൺഫ്ലവറും മൈദയും ചേർത്തിട്ട് നമുക്ക് ബാറ്റർ തയ്യാറാക്കണം. അപ്പോൾ ഞാൻ നേരത്തെ ചതച്ച് വെച്ച ഇഞ്ചി അതുപോലെ വെളുത്തുള്ളി പച്ചമുളക് കൂടിയിട്ടുള്ളത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളിങ്ങനെ കുഴച്ചെടുക്കുന്ന സമയത്ത് നമുക്കിങ്ങനെ ബോൾസ് ആയിട്ട് എടുക്കാനായിട്ട് പറ്റണം. കുഞ്ഞു കുഞ്ഞു ബോൾസ് ആയിട്ടാണ് ഫ്രൈ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്കിങ്ങനെ കുഞ്ഞു ബോൾസ് ആയിട്ട് നന്നായിട്ടൊന്ന് ഒട്ടിപ്പിടിച്ച രീതിയിൽ കിട്ടുന്നില്ലെന്നാണെങ്കിൽ ആവശ്യത്തിന് കോൺഫ്ലവറും മൈദയും കൂടി കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ഏകദേശം 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 3 ടേബിൾ സ്പൂണോളം മൈദയും ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പം നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു പാനിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യുന്നത്. അത്യാവശ്യം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി കുഞ്ഞു കുഞ്ഞു ബോൾസ് ആയിട്ട് നമുക്ക് കയ്യിലൊട്ടി പിടിക്കുകയാണെങ്കിൽ കുറച്ച് വെള്ളം തൊട്ട് കൊടുത്താൽ മതി കയ്യിൽ. എന്നിട്ട് ഇതുപോലെ ബോൾസ് ആക്കിയിട്ട് നല്ല ഹൈ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിരിക്കുന്നത് എണ്ണ. പിന്നെ നമ്മൾ ഒന്നങ്ങ് ബോൾസ് ഇട്ട് കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് പിന്നെ ലോ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിലും വെച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഏകദേശം ഒരു 5 മിനിറ്റ് ആവും നമുക്കിതൊന്ന് ഫ്രൈ ആയി കിട്ടാണ്. ഇത് ബോൾസിൻ്റെ ഷേപ്പ് ആയതുകൊണ്ട് തന്നെ ഉള്ളിലൊക്കെ നന്നായിട്ട് ഫ്രൈ ആവുന്നത് വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. നിങ്ങൾ പെട്ടെന്ന് ഗോൾഡൻ കളർ ആകുമ്പോൾ കോരിയെടുത്താൽ ഉള്ളിൽ ഫ്രൈ ആയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ലോ ഫ്ലെയിമിലൊക്കെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മൊരിച്ച് എടുക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നല്ല ക്രിസ്പി ആയിട്ട് വരും. അതുപോലെ തന്നെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് വരും. കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കുന്നതായിരിക്കും നല്ലത് ഈ ഒരു ഷേപ്പിൽ. അപ്പോൾ ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ലൊരു ഗോൾഡൻ കളറിലും കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് ഫ്രൈ ആവുകയും ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ബോൾസ് കൂടി അടുത്ത ബാച്ച് നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ മുമ്പേ ഫ്രൈ ചെയ്തത് കണ്ടില്ലേ, നല്ല പോലെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഉൾഭാഗമൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. പുറം ഭാഗം നല്ല ക്രിസ്പി, ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിതിങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഞാൻ 3 ബാച്ചായിട്ട് മുഴുവനായിട്ടും ഫ്രൈ ചെയ്ത് മാറ്റുകയാണ്. ഇതിപ്പോൾ മുഴുവനായിട്ട് ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലുള്ള സോസ് തയ്യാറാക്കണം. അപ്പോൾ ഞാനൊരു വലിയൊരു പാൻ എടുത്തിട്ടുണ്ട്. ഇരുമ്പിൻ്റെ ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അടി കട്ടിയുള്ള പാത്രം തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ എടുക്കരുത്. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതാണ് അത് ചേർത്ത് കൊടുക്കാം.
അതൊന്ന് ജസ്റ്റ് മൂത്ത് വരട്ടെ. ആ ഒരു സമയത്ത് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂണോ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, അതായത് സവാളയാണ് എടുത്തിട്ടുള്ളത്, അത് ചെറുതായി കൊത്തി അരിഞ്ഞതാണ്, അതുകൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരല്പം പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് സോസുകളാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ റെഡ് ചില്ലിയും അതുപോലെ ടൊമാറ്റോയും മിക്സ് ചെയ്യുന്ന ഒരു സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചില്ലി സോസ് ഉണ്ടെങ്കിൽ 1 സ്പൂണ് ചില്ലി സോസും പിന്നെ ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് സോയാ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് സോസിൻ്റെ നമുക്കൊരു കുറച്ചൊന്ന് പച്ചമണമൊക്കെ മാറുന്നത് വരെ 1 മിനിറ്റോളം നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ അങ്ങ് ഇളക്കി കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ക്യാപ്സിക്കം ഞാനിപ്പോൾ റെഡും ഗ്രീനും എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഇട്ട് കൊടുത്തു, അത്രയേ ഉള്ളൂ. ഇനി ഇതിലേക്ക് 1/2 കപ്പോളം നല്ല ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സോസ് ഇപ്പോൾ ലൂസായിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് തിക്കായിട്ട് എടുക്കണം. അതിനായിട്ട് കുറച്ച് കോൺഫ്ലവർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം 1 സ്പൂണ് കോൺഫ്ലവറും അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം വെള്ളവും ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ സോസ് നല്ല തിക്കായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. അതുപോലെ ലോ ഫ്ലെയിമിൽ ഇടുക. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഈ ഒരു കോൺഫ്ലവർ മിക്സ് ഒഴിക്കുകയാണെങ്കിൽ അടിക്ക് പിടിക്കും പെട്ടെന്ന് തന്നെ. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെക്കുക. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഗ്രേവി ഇതുപോലെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഗ്രേവി ആവശ്യമാണെങ്കിൽ, നിങ്ങൾക്ക് കറി പോലെ കഴിക്കാനാണ് ഇഷ്ടമാണെങ്കിൽ ഈ ഒരു ഗ്രേവി കുറച്ച് കൂടുതൽ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനൊരു കുറച്ച് ഡ്രൈ ആയിട്ടുള്ള രീതിയിലാണ് ചെയ്യുന്നത്. പിന്നെ ഇതിലേക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഞാൻ ഇതിൽ കുറച്ചുകൂടി സോയാ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് ഏകദേശം ഒരു 2 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചാൽ നമ്മുടെ കാബേജ് റോളൊക്കെ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 1-2 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ക്യാബേജ് മഞ്ചൂരിയ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ സ്പ്രിംഗ് ഓണിയനൊക്കെ താല്പര്യങ്ങൾ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ചൂടാറി കഴിഞ്ഞാൽ ഇത് കുറച്ച് കട്ടിയായിട്ട് വരും. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താലും മതി. അതുപോലെ നിങ്ങൾ മുമ്പേ കാബേജ് ഫ്രൈ ചെയ്ത് വെച്ചിട്ട് ജസ്റ്റ് സെർവ് ചെയ്യുന്നതിന് മുമ്പ് ഈ ഒരു സോസ് ഉണ്ടാക്കി എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള കാബേജ് മഞ്ചൂരിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ സെർവ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ഫാമിലിക്ക് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, ഞാൻ റിപ്ലൈ തരാം. അതുപോലെ തന്നെ നിങ്ങൾ ആരെങ്കിലും ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ ഒരു ചുവന്ന സബ്സ്ക്രൈബ് എന്ന് എഴുതിയത് കാണാം, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു കുഞ്ഞു ബെല്ലിൻ്റെ പടം വരും. അതിൽ 3 ഓപ്ഷൻസ് കാണാം. അതിൽ മുകളിലത്തെ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും മുടങ്ങാതെ കാണാൻ കഴിയും. അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും താങ്ക് യു.